ഹായ് ഫ്രണ്ട്സ്, സബ്ഡേ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഈ ആഴ്ച അതായത് ഡിസംബർ മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കാദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു മലയാളം സിനിമയാണ്. ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഫാലിമി എന്ന് പറഞ്ഞ സിനിമ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്, ഞാൻ കണ്ട ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ടഗരു പാല്യ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു കന്നഡ മൂവി ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. പരസ്ത്രീ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. MX പ്ലെയർ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ 3 സിനിമകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇത് നോക്കി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മിറക്കിൾ ക്ലബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി പിന്നെ കൂടുതലും പ്രധാനപ്പെട്ട റിലീസുകളാണ്. കൂടുതലും ഡിസംബർ മാസം 22-ാം തീയതിയാണ് ഈ കൂടുതലും റിലീസുകളുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മൊത്തം 9ഓളം റിലീസുകളാണ് അന്ന് ഡിസംബർ മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു സീരീസാണ് കറി ആൻഡ് സയനൈഡ് ദ ജോളി ജോസഫ് കേസ് എന്നൊരു എന്താ പറയുക ഡോക്യുമെൻ്ററി സീരീസാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ പിന്നെ ജോളി ജോസഫ് കേസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കൂടത്തായി ജോളി ഒക്കെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു ഏകദേശം 10-15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു ഡോക്യുമെൻ്ററി സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് വഴി. ഡിസംബർ മാസം 22-ാം തീയതി ഹിന്ദി ഭാഷയിലാണ് വരുന്നത്. മറ്റു ഭാഷകൾ പിന്നെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു തെലുങ്ക് ആക്ഷൻ വിഭാഗത്തിലുള്ള സിനിമയാണ്. ആദി കേശവ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ജോ ജോർജ് ഒക്കെ വില്ലൻ വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ഡിസംബർ മാസം 22-ാം തീയതി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം ഗോസ്റ്റ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ തെലുങ്ക് കന്നഡ വേഷം ഈ രണ്ട് പിന്നെ വേഷനും C5 ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആഹാ തമിഴ് വഴി ഡിസംബർ മാസം 22-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതൊരു മലയാളം ലോക്കൽ OTT പ്ലാറ്റ്ഫോമാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത തന്നെ ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ടൈഗർ ഷ്രോഫ് പ്രധാന വേഷം കൈകാര്യം ബോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വമ്പൻ എന്താ പറയുക വമ്പൻ പരാജയമായി മാറിയ ഗണപതി എന്ന സിനിമയുടെ പാർട്ട് 1 എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഡിസംബർ മാസം 22-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഹിന്ദി വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ഡ്രൈ ഡേ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ ഡിസംബർ മാസം 22-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത കന്നഡയിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ടോബി എന്നാണ് സിനിമയുടെ പേര്. പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്യുന്നുള്ളത്. സോണി ലീവിലാണ് ഈ ഒരു സിനിമ. സോണി ലീവാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. സോണി ലീവ് വഴി ഒരു സിനിമ ഡിസംബർ മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മൾട്ടി ഭാഷയിലായിരിക്കും റിലീസ് ചെയ്യുക. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും വരുന്നതായിരിക്കും അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ക്വിക്കോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഡിസംബർ മാസം 22-ാം തീയതി ഈ ഒരു സിനിമ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്തത് കന്നഡയിൽ നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് സപ്ത സാഗരഡാച്ചെല്ലോ സൈഡ് ബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് പിന്നെ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഡിസംബർ മാസം 22-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. സർപ്രൈസ് റിലീസ് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ. പലരും കമന്റ് ബോക്സ് ചോദിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഷൈൻ ടോം ചാക്കോയും
അഹാന കൃഷ്ണയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അടി എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. സി5 വഴി ഈ ഒരു സിനിമ ഡിസംബർ മാസം 22-ാം തീയതി വരും എന്നുള്ളത്. ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മിക്കവാറും ഈ ഒരു അപ്ഡേറ്റ് ഫേക്ക് ആവാനാണ് ചാൻസ്. എന്തായാലും വന്നത് സ്ഥിതിക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചതാണ്. പലരും കമന്റ് ബോക്സ് ചോദിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നുള്ളത്. ഒഫീഷ്യലായിട്ടുള്ളൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ ഒരു സിനിമയെക്കുറിച്ചുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിനിമകൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ വൈറൽ സെബി എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകളൊക്കെ റിവ്യൂ ചെയ്യാറുണ്ട്. റിവ്യൂസൊക്കെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആയതുകൊണ്ട് എൻ്റെ റിവ്യൂ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.